ഭൂട്ടാൻ വാഹനക്കടത്തിൽ താരങ്ങളുടെ വീടുകളിൽ ഇഡി റെയ്ഡ്. ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. 17 ഇടങ്ങളിലാണ് ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടക്കുന്നത്. പാലിയേക്കര ബാഡ് ബോയ് മോട്ടോർ വേൾഡിലാണ് റെയ്ഡ് നടക്കുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, 19 ഇടങ്ങളിൽ സമാന്തര പരിശോധനകൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടേക്ക് പരിശോധനാ സംഘം എത്തിയത് എപ്പോഴാണ്? എന്താണ് വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് ഇഡി ഉദ്യോഗസ്ഥർ ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം തൃശൂർ പാലിയേക്കരയിലേക്ക് എത്തിയത്. പാലിയേക്കരയിലുള്ള ബാഡ് ബോയ് മോട്ടോർ വേൾഡിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കസ്റ്റംസും പരിശോധനയ്ക്കായി ഇവിടെ എത്തിയിരുന്നു. ഇവിടെ വില കൂടിയ കാറുകൾ, അതിനോടൊപ്പം തന്നെ ആഡംബര കാറുകൾ, അവയുടെ എല്ലാം തന്നെ മോഡിഫിക്കേഷൻ ജോലികൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അത്തരത്തിൽ ഇവിടേക്ക് എത്തുന്ന വാഹനങ്ങളുടെ രേഖകൾ, അതിനോടൊപ്പം തന്നെ ഇവിടേക്ക് കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയുള്ള പരിശോധനകളാണ് പ്രധാനമായും നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവരുന്ന വാഹന ഉടമകളുടെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇഡി ശേഖരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ പരിശോധന ആരംഭിച്ചത്. രാവിലെ 10 മണിയോടുകൂടി ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും പരിശോധന തുടരുകയാണ്. MS ലിഷോയാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട പരിശോധനയാണ്. ബാഡ് ബോയ് മോട്ടോർ വേൾഡ് എന്ന സ്ഥാപനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. 19 ഇടങ്ങളിലാണ് സമാന്തരമായ പരിശോധന ഇഡി നടത്തുന്നത്. കോഴിക്കോട് തൊണ്ടയാട് റോഡ്വേ കാർ ഷോറൂമിലും ഇഡിയുടെ റെയ്ഡ് നടക്കുകയാണ്. അതുപോലെ തന്നെ ഇടുക്കി അടിമാലിയിലെ ഗ്യാരേജിൽ ഇഡിയുടെ പരിശോധന നടക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസർ ശില്പ സുരേന്ദ്രന്റെ ലാൻഡ് ക്രൂസർ പരിശോധിക്കുകയാണ്. വാഹനം ഭൂട്ടാനിൽ നിന്ന് എത്തിച്ചതാണ് എന്ന് നേരത്തെ കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു.